വേനൽ ചൂട് അതികഠിനമായതോടെ കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ മണിമലയാറും പുല്ലകയാറും വറ്റിവരണ്ടു. മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യവാരങ്ങളിലും ചെറിയ തോതിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും പകൽ സമയത്ത് അനുഭവപ്പെടുന്ന കഠിന ചൂട് ജലാശയങ്ങൾ വറ്റിവരളാൻ ഇടയാക്കുകയാണ്. പുല്ലകയാറിൻ്റെയും മണിമലയാറിനെയും ആശ്രയിച്ച മുണ്ടക്കയം, കൂട്ടിക്കൽ, എരുമേലി അടക്കമുള്ള കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിരവധി കുടിവെള്ള പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. ജലനിരപ്പ് താഴ്ന്ന് പുഴകൾ വറ്റിവരേണ്ടതോടെ ഇവയുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നുണ്ട്. കൂടാതെ പുഴയുടെ വശങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുളിക്കുന്നതിനും വീട്ടു ആവശ്യങ്ങൾക്കും വെള്ളം കണ്ടെത്തുന്നതും ഈ ജലസ്രോതസ്സിൽ നിന്നാണ്. പുഴയുടെ നടുവിൽ ചെറിയ ഓലുകൾ തീർത്താണ് പലരും ഇപ്പോൾ വീട്ടാവശ്യങ്ങൾക്കും കുളിക്കുന്നതിനുമുള്ള ജലം കണ്ടെത്തുന്നത്. 2021 പ്രളയത്തിൽ വന്നടിഞ്ഞ കല്ലും മണ്ണും കുറച്ചൊക്കെ നീക്കം ചെയ്തെങ്കിലും വേനലിൽ ജലസമ്മർദ്ദമായിരുന്ന പല കയങ്ങളും അപ്രത്യക്ഷമായി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മണിമലയാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ മലയോര മേഖല വലിയ വരൾച്ചയിലേക്കാകും നീങ്ങുക. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.